എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കും, ഞങ്ങളെ കൈവിടല്ലേ. അമ്മ മരണത്തെ വിട്ടുകൊടുക്കരുത്. എൻ്റെ മക്കളെ ഓർത്ത് എല്ലാവരും സഹായിക്കണം. എൻ്റെ മക്കൾക്ക് ഞാനല്ലാണ്ട് വേറെ ആരും. എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എൻ്റെ മക്കൾക്ക് ഞാൻ അമ്മയായിട്ടുണ്ടാകണം. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എന്നെ കൈവിടല്ലേ. ഒന്നും ഉണ്ടാവില്ല മോളെ. ഈ പൊന്നു മോള് വിതുമ്പിക്കൊണ്ട് പറയുന്നത് കേട്ടോ, എന്റെ അമ്മയെ നിങ്ങൾക്ക് തിരിച്ചു തരണേ. ഈ മക്കള് കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു തരാൻ നിങ്ങളൊന്ന് സഹായിക്കണേ. ഈ സങ്കട വാക്കുകൾ, ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെ പോകരുത്. ഒന്നും ഉണ്ടായില്ല മോളെ കേട്ടാ. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കേട്ടോ. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ് പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കാർത്തികാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് അനു എന്ന് പറയുന്ന 40 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിക്ക് വയറ്റിൽ ക്യാൻസർ പിടിപെട്ട് അതീവ ഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെച്ചാൽ മാത്രമേ ഈ സഹോദരിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഓരോ നിമിഷം വൈകുന്നോറും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറി വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ സഹോദരിയുടെ ജീവൻ തന്നെ നിലച്ചു പോകാനുള്ള സാധ്യതയേറെയാണെന്ന് മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപ വളരെ എമർജൻസിയായി കണ്ടെത്തിയാൽ മാത്രമേ ഈ സഹോദരിയുടെ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സർജറിയും തുടർ ചികിത്സകൾ ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. സെൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഈ ഒരു സഹോദരിക്ക് വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒരു നിമിഷം വൈകിക്കൂടാ. ഓരോ നിമിഷം വൈകുന്നോറും മരണത്തെ മുഖാമുഖം കണ്ട് വളരെ പ്രയാസത്തിൽ അതീവ ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ മക്കള് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. ഈ മക്കള് വളരെ വേദനയോടുകൂടി ചോദിക്കുന്നത്, ഞങ്ങളുടെ അമ്മയെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായം നൽകുമോ? എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കും, ഞങ്ങളെ കൈവിടല്ലേ. അനുവിന്റെ ഭർത്താവ് ശ്രീനിവാസന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും വളരെ പെട്ടെന്ന് എമർജൻസിയായി എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണം. എല്ലാവരും സഹായിക്കും, നിങ്ങൾ എല്ലാവരും സഹകരിക്കും, പ്രാർത്ഥനയുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ട ഈ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങളോട് പറയാൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിക്കണേ, നിങ്ങൾ എല്ലാവരും സഹകരിക്കണേ. ഈ മക്കളെ ഓർത്തെങ്കിലും പറ്റുന്ന സഹായങ്ങൾ ചെയ്യണേന്ന് വീണ്ടും 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 അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.